اشرف بشر سويه زوج رسول الله علي للطاهرة الزكية رفع الهلاهل يا أهل السنة أعظم عريسة علي والفاطمة يلا يلا يا علي السنة أعظم عريسة علي والفاطمة وقل أعود وحصله عن الذي يحزن إلا ربك رضي وأعمى عندك خلى بعد الفاطمة طول العمر تسنده يا حيدر اليوم لقد من عشاق Gel gel. ടാറ്റയുടെ തലവനായിരുന്ന കാലത്ത് ഒരിക്കൽ ജർമ്മനി സന്ദർശിച്ച വേളയിൽ രത്തൻ ടാറ്റയ്ക്കുണ്ടായ ഒരു അനുഭവമാണ് എം ഫ്രം എമ്മിന്റെ ഈ എപ്പിസോഡിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. രത്തൻ ടാറ്റയുടെ ഈ അനുഭവക്കുറിപ്പ് നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ എം ഫ്രം എമ്മിലൂടെ ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം. രത്തൻ ടാറ്റയുടെ വാക്കുകളിലൂടെ. ജർമ്മനി വ്യാവസായികമായി ലോകത്ത് തന്നെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രമാണല്ലോ. അവിടുത്തെ മനുഷ്യർ അങ്ങേയറ്റം ആഡംബരത്തിൽ കഴിയുന്നു എന്നാണോ നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത്? കഴിഞ്ഞ മാസം ഞാൻ ടാറ്റയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ഹാംബർഗിൽ പോവുകയുണ്ടായി. ഒരു മീറ്റിംഗ് കഴിഞ്ഞ് വിശപ്പ് തോന്നിയപ്പോൾ എന്റെ ഉദ്യോഗസ്ഥരോടൊപ്പം അടുത്തുള്ള ഒരു ഇടത്തരം റെസ്റ്റോറന്റിൽ കയറി. അവിടെ മിക്കവാറും തീന്മേശകൾ കാലിയായി കണ്ടപ്പോൾ തന്നെ എനിക്ക് കൗതുകം തോന്നി. ഒരു ടേബിളിൽ ഒരു യുവജോഡി ഇരിക്കുന്നത് കാണുകയുണ്ടായി. വെറും 2 തരം വിഭവങ്ങൾ മാത്രമാണ് അവരുടെ മുന്നിൽ കാണാനായത്. ഇന്ത്യയിലെ ഒരു ഇടത്തരം യുവാവിന് പോലും ഇതിൽ കൂടുതൽ വിഭവസമ്പന്നമായ ഭക്ഷണം കാമുകിക്ക് വാങ്ങി നൽകുവാൻ കഴിയുമെന്ന് ഞാൻ ചിന്തിച്ചു. പിശുക്കനോ അല്ലെങ്കിൽ അത്രമേൽ ദരിദ്രനോ ആകണം ആ യുവാവ് എന്ന നിഗമനത്തിൽ ഞാൻ എത്തി. മറ്റൊരു തീന്മേശയിൽ വയസ്സായ 2-3 സ്ത്രീകൾ ഇരിക്കുന്നുണ്ടായിരുന്നു. ഒരൊറ്റ വിഭവം മാത്രം ഓർഡർ ചെയ്യുകയും അത് കൊണ്ടുവന്ന വെയിറ്റർ അതുകൊണ്ട് 3 പേർക്ക് പങ്കുവെച്ച് നൽകുകയും ചെയ്യുന്നത് കണ്ടു. അവർ അവസാനത്തെ ധാന്യവും സ്പൂണുകൊണ്ട് എടുത്ത് ശ്രദ്ധയോടെ കഴിക്കുന്നത് ഞാൻ ആശ്ചര്യത്തോടെ നോക്കി നിന്നു. മുൻപ് ജർമ്മനിയിൽ വന്നിട്ടുള്ള എന്റെ സഹപ്രവർത്തകരിൽ ഒരാൾ ഞങ്ങൾക്ക് കഴിക്കാൻ അല്പമധികം ഭക്ഷണങ്ങളും പാനീയങ്ങളും ഓർഡർ ചെയ്തു. ഞങ്ങൾ കഴിച്ചു ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ഏകദേശം പകുതിയോളം ആഹാര പദാർത്ഥങ്ങൾ തീന്മേശയിൽ ബാക്കിയുണ്ടായിരുന്നു. ഞങ്ങൾ പണം നൽകി ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ വൃദ്ധ സ്ത്രീകളിൽ ഒരാൾ ജർമ്മൻ ഭാഷയിൽ എന്തൊക്കെയോ കയർത്ത് സംസാരിക്കുന്നത് പോലെ തോന്നി. ഞങ്ങൾക്ക് ജർമ്മൻ മനസ്സിലാകുന്നില്ല എന്ന് കണ്ട് മറ്റൊരു സ്ത്രീ ഇംഗ്ലീഷിൽ സംസാരിച്ചു തുടങ്ങി. ഭക്ഷണം പാഴാക്കി ഇറങ്ങിപ്പോകാൻ തുടങ്ങുന്നതിൽ അവർക്കുള്ള അതൃപ്തിയും രോഷവും അവർ വികാരഭരിതയായി പറഞ്ഞു. അവരുടെ കണ്ണുകൾ ജ്വലിക്കുന്നതും ചുളിവ് വീണ മുഖം ചുവന്നു തുടുക്കുന്നതും ഞങ്ങൾ കണ്ടു. ഞങ്ങൾ ഓർഡർ ചെയ്ത ഭക്ഷണത്തിന് പണം നൽകിയിട്ടുണ്ട്. അത് കഴിച്ചോ കളഞ്ഞോ എന്ന് അന്വേഷിക്കേണ്ടത് നിങ്ങളുടെ ജോലിയല്ല എന്ന് ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ ഇംഗ്ലീഷിൽ അവർക്ക് മറുപടി നൽകി.
വൃദ്ധ സ്ത്രീകൾ 3 പേരും കോപാകുലരായി. ഒരാൾ പെട്ടെന്ന് ബാഗിൽ നിന്ന് സെൽഫോൺ എടുത്ത് ആരെയോ വിളിച്ച് നിലവിളിക്കുന്നത് പോലെ ജർമ്മൻ ഭാഷയിൽ എന്തൊക്കെയോ പറയുന്നത് കേട്ടു. മിനിറ്റുകൾക്കപ്പുറം സാമൂഹ്യ സുരക്ഷാ വകുപ്പിലെ യൂണിഫോം ഇട്ട ഒരു ഉദ്യോഗസ്ഥൻ ഒരു കാർ ഡ്രൈവ് ചെയ്ത് ഭക്ഷണശാലയ്ക്ക് മുന്നിൽ വന്നിറങ്ങി. വൃദ്ധകളോട് സംസാരിച്ച ആ യുവാവ് ഞങ്ങളുടെ അടുക്കൽ വന്ന് 50 യൂറോ ഫൈൻ ചുമത്തുന്നതായി പറഞ്ഞു. ഞങ്ങൾ ശാന്തരായി അയാളെ കേട്ടു. ഞങ്ങളുടെ എല്ലാവരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് കഴിക്കാൻ കഴിയുന്നത് മാത്രം ഓർഡർ ചെയ്യുക. നിങ്ങൾ സമ്പന്നരാകാം, ധാരാളം പണമുണ്ടാകാം, പക്ഷേ ഇതിനുള്ള വിഭവശേഷി ഈ സമൂഹത്തിന്റേത് കൂടിയാണ്. അതാണ് ഏറ്റവും പ്രസക്തമായ ഭാഗം. നിങ്ങൾ സമ്പന്നരാകാം, ധാരാളം പണമുണ്ടാകാം, പക്ഷേ ഇതിനുള്ള വിഭവശേഷി ഈ സമൂഹത്തിന്റേത് കൂടിയാണ്, സമ്പന്നരായ നിങ്ങളുടേത് മാത്രമല്ല. ഒരു നേരത്തെ ആഹാരം യാചിച്ച് കഴിക്കേണ്ട അല്ലെങ്കിൽ അതിനും കഴിയാത്ത കോടാനുകോടികൾ ലോകത്തുണ്ട് എന്നത് യാഥാർത്ഥ്യമായിരിക്കെ ഒരു തരി ധാന്യമെങ്കിലും പാഴാക്കി കളയാൻ നിങ്ങൾക്ക് എന്തവകാശം എന്ന് അയാൾ ചോദിച്ചു അത്രേ. ഞാൻ എന്റെ ജീവിതത്തിൽ അപമാനഭാരം കൊണ്ട് തലതാഴ്ത്തിയ അപൂർവം സന്ദർഭങ്ങളിൽ ഒന്ന് അതായിരുന്നു. രത്തൻ ടാറ്റ പറയുകയാണ്, താൻ തന്റെ ജീവിതത്തിൽ അപമാനഭാരം കൊണ്ട് തലതാഴ്ത്തിയ അപൂർവം സന്ദർഭങ്ങളിൽ അത് ഒന്നായിരുന്നു. ആ ചെറുപ്പക്കാരന്റെ മുന്നിൽ ശരിക്കും ഞങ്ങൾ ശിരസ് കുനിച്ചു. ഇന്ത്യയിലെ ചേരികളിലും പൊതു ഇടങ്ങളിലും എന്റെ ആഫ്രിക്കൻ യാത്രകൾക്കിടയിൽ കണ്ടതുമായ പട്ടിണിക്കോലങ്ങൾ എന്റെ മനസ്സിലേക്ക് ഓടിയെത്തി. പൊങ്ങച്ചം കാണിക്കുവാനും മറ്റുള്ളവരുടെ മുൻപിൽ ആളാവാനും ദുരഭിമാനികളായ നമ്മൾ ഭക്ഷണശാലകളിൽ പോലും കാണിക്കുന്ന ധൂർത്തുകൾ ഓർത്തപ്പോൾ എനിക്കും ലജ്ജ തോന്നി. രത്തൻ ടാറ്റ പറയുകയാണ്, പൊങ്ങച്ചം കാണിക്കുവാനും മറ്റുള്ളവരുടെ മുന്നിൽ ആളാകാനും ദുരഭിമാനികളായ നമ്മൾ ഭക്ഷണശാലകളിൽ പോലും കാണിക്കുന്ന ധൂർത്തുകൾ ഓർത്തപ്പോൾ അദ്ദേഹത്തിന് ലജ്ജ തോന്നിയത്രേ. തിരിച്ച് ഓഫീസിലേക്ക് പോകാൻ കാറിൽ ഇരിക്കുമ്പോൾ അയാളുടെ ഇംഗ്ലീഷ് വാക്കുകൾ എന്റെ ചെവിയിൽ തുടരെ തുടരെ മുഴങ്ങി. മണി ഈസ് യുവേഴ്സ് ബട്ട് റിസോഴ്സസ് ബിലോങ് ടു ദി സൊസൈറ്റി. നമുക്കും എപ്പോഴും മനസ്സിൽ ഓർത്തു വെക്കാം, പണം ഒരുപക്ഷെ നമ്മളുടേതായിരിക്കും, പക്ഷേ വിഭവശേഷി ഈ സമൂഹത്തിലെ എല്ലാവർക്കും കൂടി അവകാശപ്പെട്ടതാണ്. മണി ഈസ് യുവേഴ്സ് ബട്ട് the resources belong to the society.